നമുക്കിപ്പം ഭക്ഷണ രീതിയായാലും വസ്ത്രധാരണമായാലും ഒക്കെ നമുക്ക് വിദേശികളെ അനുകരിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ആവണം, നമ്മുടെ നാട് വേണം, നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്നൊക്കെ വിലപിച്ചിരുന്നവർക്ക് ഈ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ സംസ്കാരങ്ങൾ തമ്മിൽ ഉള്ള ഒരു വ്യത്യാസമുണ്ട്. അതെങ്ങനെ പൊരുത്തപ്പെട്ടു പോകും എന്നുള്ള അടുത്താണ് പലയിടത്തും. ഇപ്പം അമേരിക്കയിൽ നിന്ന് മോൻ വരുന്നു, അഭിമാനമാണ്, അന്തസ്സാണ്, മോൻ അവിടെയാണ്, ചെറുമോൻ അവിടെ പഠിച്ചു, അവൻ നാട്ടിലേക്ക് വരുന്നു, അപ്പം നമുക്ക് തറവാട്ടിൽ ഇനി അടുത്തൊരു അവകാശിയായി എന്നൊക്കെ പറയുമ്പോഴും അവരുടെ സങ്കല്പത്തിൽ ഇങ്ങനെയൊന്നുമല്ല, ഇതൊന്നുമില്ല. അപ്പം വീട്ടിൽ അവന് വേണ്ടി പ്രത്യേകിച്ച് മാമ്പഴ പുളിശ്ശേരിയും ചമ്മന്തിയും കറിയൊക്കെ കൊണ്ട് അവനത് കാണുമ്പോൾ ഈ തിന്നുന്ന കാണുമ്പോൾ തന്നെ അവന് ബുദ്ധിമുട്ടാണ്. അവർക്കതിലല്ല, അവർക്ക് ആ രീതിയിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഈ നമ്മൾ ഈ സ്വപ്നം കാണുന്നു ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അത് ഫലത്തിൽ വരുമ്പം ഈ രണ്ട് സംസ്കാരം അങ്ങനെ കിടക്കുന്നു. ആ ഒരു സംഘടനമാണ് അവർ തമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. അല്ല, അവൻ തിരിച്ചറിയുന്നില്ല, അവൻ്റെതാണ് ശരിയെന്ന് പറയുന്നു. ഇയാൾ പരമാവധി നോക്കിയിട്ട് പിന്നെ വിട്ടു. പിന്നെ എന്നിട്ടും സംവിധായകൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതേതാണ് ശരിയെന്ന് പുള്ളി പറയുന്നില്ല. അങ്ങനെ ഒരു വഴിക്ക് നിർത്തുന്നുണ്ട്. ഇതിൽ ആർക്കാണ് കൂടുതൽ സ്നേഹം കൊണ്ടുള്ള വിഷയങ്ങളാണ്. അപ്പൂപ്പനെ അവന് വലിയ അപ്പൂപ്പനെ വിട്ടുപോകാൻ പാടില്ല, അച്ഛൻ പ്രശ്നം, അപ്പൂപ്പൻ മതി, അപ്പൂപ്പൻ്റെ കൂടെ നിൽക്കാം എന്ന് അവൻ പറയുന്നു. അവനത് ഇഷ്ടമാണ്, അവന് കിട്ടുന്ന സ്വാതന്ത്ര്യമൊക്കെ അവനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പലയിടത്തും അവൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്വാതന്ത്ര്യമാണ്. അവിടെ അപ്പൂപ്പൻ ഒരുപാട് വല്ലാണ്ടാവണം. അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, അത് വിടാൻ പറ്റും. നമുക്ക് കുപ്പായമൊക്കെ മാറാം, എങ്കിലും നമ്മുടെ ഒരു തലമുറകൾ നമ്മളെ പഠിപ്പിച്ച് വെച്ചതെന്ന് ശീലിച്ചതും അത് മാറിയാൽ പിന്നെ നമ്മൾ മലയാളിയോ അല്ലെങ്കിൽ കേരളീയനോ ഇന്ത്യക്കാരനൊക്കെ അല്ലാതായിപ്പോവും. അത് പറയുന്നുണ്ട്. അതറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഈ മാറ്റങ്ങളൊക്കെ നമ്മളെയും ബാധിക്കുന്നുണ്ടാവും. കോമഡി അന്ന് ചെയ്യുമ്പോഴത്തേക്കും ഒരു കോമഡി കഥാപാത്രമൊക്കെ ഉണ്ടെങ്കിലും അതിനെ തമാശയ്ക്ക് വേണ്ടി ഒരുപാട് അങ്ങനെ മാറാറില്ലായിരുന്നു ഞാൻ. അതിൻ്റെ ഒരു താളത്തിന് നിൽക്കും. അതിലെത്രത്തോളം സ്വാഭാവികത വരുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥാപാത്രങ്ങൾ അതിൽ പരമാവധി ഒതുങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നീട് ഈ മാറ്റത്തിനൊത്ത് നമ്മളറിയാതെ തന്നെ സിനിമ മാറുന്നതിനിടയ്ക്ക് എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ തന്നെ ഇല്ലാണ്ടായി പല പടത്തിലും. അപ്പോഴെനിക്ക് കുറച്ചൊക്കെ എൻ്റെ സ്പീഡും കുറഞ്ഞു, എൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡും കുറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് ചെയ്യുമെങ്കിലും നമ്മൾ സ്വപ്നം കണ്ടിരുന്ന സിനിമ വേറെയുണ്ട്. കുറേ വലിയ ആൾക്കാരുടെ സിനിമകളൊക്കെ നമ്മൾ കാണുകയും അതുപോലെ ചെയ്യണമെന്നൊരു കൊതി ഉള്ളിൽ എപ്പോഴെങ്കിലും ഉണ്ടല്ലോ. പക്ഷെ അതിനൊക്കെ തടസ്സം എൻ്റെ ശരീരപ്രകൃതിയാണെന്ന് സ്വയം വിചാരിച്ച് സമാധാനിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും എനിക്കൊന്ന് ശയനം, പിന്നെ ദൃഷ്ടാന്തം, കഥാവശേഷം അങ്ങനെയുള്ള സിനിമകളാണ് കുറച്ച് മാറി നമ്മുടെ ചേഷ്ടകളിലൊക്കെ മാറ്റം വരുത്തണം, പഴയ രീതിയല്ല എന്നൊക്കെ പഠിപ്പിച്ചത് അവരൊക്കെയാണ്. അത് നന്നായി എന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ആയിരിക്കും അടൂർ സാറിൻ്റെ പടം അങ്ങനെ മാറി വരുന്നത്. അപ്പോൾ അതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി. പക്ഷേ ആ ഒതുക്കം എന്നെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തി. ആ മാറിയില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ പൊടി പോലും കാണൂലായിരുന്നു. അത് ചെയ്യാൻ ഉള്ളൊരു സമാധാനമുണ്ട്. നമുക്ക് സമയമെടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ അത്രയും സ്പീഡ്. അത് എനിക്ക് തോന്നുന്നു അത് അങ്ങനെയുള്ള സിനിമയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ സ്വയം പാകപ്പെടുന്നതുകൊണ്ടായിരിക്കും ആ ഒരു സമാധാനവും ഒരു അന്വേഷണവും. നമുക്ക് നേരത്തെ സാർ പറഞ്ഞ പോലെ ആരെങ്കിലും കണ്ടെത്തിയിട്ട് വേണമല്ലോ അങ്ങോട്ട് മാറാൻ. അങ്ങനെയൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പ് അതിൻ്റെ പിന്നിലുണ്ട്. മറ്റത് പലപ്പോഴും ചെന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അത് പിന്നെ അതിൻ്റെ പുറത്ത്. പക്ഷേ പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിലെന്ത് വ്യത്യാസം ഉണ്ടായാലും ഒരാളെ കാണുമ്പോൾ കോമഡി ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ചിരിച്ചൊരു നല്ല മുഖത്തോടെ വരുമ്പോൾ അതൊരു പ്രത്യേക എനർജി നമുക്കുണ്ട്. മറ്റത് അങ്ങനെയല്ല, മുഖം തന്നെ മാറും. ഇതാര് വന്നായിരുന്നു, അയ്യോ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കും അയ്യോ ഇങ്ങനെ ആയിപ്പോവും. മറ്റേ നന്നേ കേട്ടാ, അതാ കൊടക്കമ്പി, അയ്യോ എന്തായിരുന്നു പറയുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ചെറുപ്പമായിരിക്കും കോമഡി ചെയ്യുമ്പോൾ. അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നാളെ ഓർക്കാനോ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അടുത്തുള്ള കൂട്ടുകാർ ചിരിക്കുന്നു, തമാശ പറയുന്നുവെങ്കിലും അതിൽ കവിഞ്ഞ് ഭാഷ ഭേദമേന്യേ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു വിഷയമായിരിക്കും. അതിപ്പം ജീവിതവും ശ്വാസം വിടുന്നതിൻ്റെ താളമൊക്കെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ലേ. അപ്പോൾ അതിൽ പറയുന്ന കഥയ്ക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിന് പവർ വേറെ തന്നെയാണ്. കൊതിപ്പിച്ചിട്ടുള്ള കുറേ നടന്മാരില്ലേ നമ്മൾ കണ്ടിട്ടുള്ള, നെടുമുടി, തിലകൻ ചേട്ടൻ, അങ്ങനെയൊക്കെ ചേട്ടനൊക്കെ അല്ലേ കുറേ പേര് നമ്മൾ
വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഒരു രീതിയിൽ. അതുപോലെ ആവാൻ പറ്റുന്നില്ലെങ്കിൽ അത്രയെങ്കിലൊക്കെ ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ ഉള്ള. അപ്പോൾ ഈ നമുക്കറിയാം അതിനുള്ള ശാരീരിക യോഗ്യത ഇല്ലാന്നറിയാം. അതിനെങ്ങനെ മറികടക്കും എന്നുള്ള ഒരു ആദ്യം നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ശ്രദ്ധിച്ചാൽ അത് നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സംഭാഷണം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെയാണ്, അത് പറയുന്നതിൻ്റെ ഒരു താളം, നമ്മുടെ ചുവടുവയ്പ്പും മൊത്തത്തിൽ അതിനെ ഒരു പ്രത്യേക ഒരു താളത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇത്തിരി ശബ്ദം കുറച്ചാലും ചില കാര്യങ്ങൾ വളരെ പവറായിട്ട് പറഞ്ഞു നിർത്തേണ്ടതുണ്ട്. അത് നമ്മൾ ആ ഒരു അർത്ഥത്തിൽ ആരെങ്കിലുമൊക്കെ അനുകരിക്കുവാണ്. ഞാൻ ആരും അനുകരിച്ചാലും ആരും അറിയത്തില്ല. എൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട്